വെളുപ്പിന് ഉണർന്നപ്പോൾ ഏതോ ഒരു ദിവ്യാകൃതി തിരോധാനം ചെയ്യുന്നത് കൊണ്ട് വഴുതി വെടിഞ്ചുതേ അമ്പ എന്ന് കമ്പർ കുണ്ഠിതപ്പെട്ടു. വഴുതി വെടിഞ്ചുതേ അമ്പ, എഴുതി മടിഞ്ചുതേ കമ്പ എന്ന ദിവ്യാകൃതി അരുളി ചെയ്തിട്ട് ഉടൻ അപ്രത്യക്ഷമായി. അപ്പോ കമ്പർ എന്തോ പറഞ്ഞത്? വഴുതി വെടിഞ്ചുതേ അമ്പ. അപ്പോ ദിവ്യാകൃതി എന്തോ പറഞ്ഞത്? എഴുതി മടിഞ്ചുതേ കമ്പ. കമ്പർ നോക്കിയപ്പോൾ രാമായണം പൂർണ്ണമായി എഴുതി വച്ചിരിക്കുന്നു. ചെയ്തത് വാഗ്ദേവതയായ ശാരദാ ഭഗവതിയാണെന്ന് മാനിച്ച് കമ്പർ കൃതി രാജസദസ് പാടി. ഗൂസ് ബംസ്. കേട്ടോർ ആശ്ചര്യഭരിതരായി. പിന്നീട് രാജകൽപ്പന അനുസരിച്ച് ദേവാലയത്തിൽ ദേവി പ്രതിഷ്ഠയുടെ സന്നിധാനത്തിൽ യുദ്ധകാണ്ഡ കഥ കൂത്തു നടത്തി തുടങ്ങി. അങ്ങനെയാണ് കമ്പരെ കുറിച്ചുള്ള പ്രധാനമായ ഒരു ഐതിഹ്യം. കമ്പർ ശിവ അവതാരം എന്ന വിശ്വാസവും കമ്പരാമായണം വാഗ്ദേവി വിരചിതമാണെന്നുള്ളതും സങ്കല്പ നിബന്ധങ്ങളായിരിക്കാം. കമ്പരാമായണ പ്രബന്ധത്തിൽ ദിവ്യമഹാത്മ്യം കിട്ടി. കമ്പരാമായണത്തിന്റെ പ്രചാരം വാൽമീകി രാമായണത്തിലെ അടിസ്ഥാന രാമകഥയിലില്ലാത്ത സങ്കല്പ കഥകൾ വ്യാപകമാക്കി. ഇതാണ് കമ്പരാമായണത്തെ കുറിച്ചുള്ള ഐതിഹ്യം.